ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് റെഡി ആയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും 25,400 എന്നുള്ളൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ജാസ്മിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 0.5% മുകളിലുള്ള ഒരു നേട്ടം മാത്രമാണ് നിഫ്റ്റി 50ക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 25,413 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 32 നിഫ്റ്റി 50 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 18 ഓഹരികൾ ഇടിവിൽ നിൽക്കുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചിക കാഴ്ചവെക്കുന്നുണ്ട്. ഏകദേശം 270 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,772 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 8 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 4 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവുണ്ടാകുന്നുണ്ട്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വിപ്രോയുടെ ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.25%-ഓളമുള്ളൊരു നേട്ടം വിപ്രോ രേഖപ്പെടുത്തുന്നു. ഇൻഫോസിസ് പരിശോധിക്കുകയാണെങ്കിലും ഇതേ തോതിലുള്ള ഒരു നേട്ടം തന്നെ ഇൻഫോസിസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. HCL ടെക്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 1.25% ഒരു നേട്ടം ഉണ്ടാകുന്നു. അങ്ങനെ IT കമ്പനികളുടെ ഭാഗത്ത് നിന്ന് തീർത്തും ഒരു ഔട്ട് പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു. കൂടാതെ ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ഹെവി വെയ്റ്റഡ് കമ്പനി ആയിട്ടുള്ള HDFC ബാങ്ക് നോക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. സൺഫാർമ 0.25% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവ് ബജാജ് ഫിനാൻസിനുണ്ടാകുന്നു. അപ്പോളോ ഹോസ്പിറ്റൽസിലേക്ക് കടക്കുകയാണെങ്കിൽ 0.25%-ഓളം, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് നിലവിൽ 0.5% മുകളിലുള്ള ഒരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് സൂചിക ഏകദേശം ഒരു 300 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുന്നു. ഓഹരികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കാനറ ബാങ്ക് നോക്കുകയാണെങ്കിൽ 1.25%-ഓളമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് 0.5% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ ഇപ്പോൾ കാര്യമായിട്ട് ഓഹരികളിലൊന്നും തന്നെ ഇടിവ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഓഹരികൾ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു ഇടിവുമാണ് ഇപ്പോൾ രേഖപ്പെടുന്നത്. സെക്ടറുകളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ കൂടിയും കാര്യമായിട്ടുള്ള ഇടിവ് ഇപ്പോൾ ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്ന സെക്ടറുകളിലുമില്ല. നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്രാ സൂചികകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി മെറ്റൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു ഇടിവും ഉണ്ടാകുന്നു. നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% മുകളിലേക്കുള്ളൊരു നേട്ടത്തിലേക്ക് കടക്കാൻ നിഫ്റ്റി IT സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക ഇന്നലത്തെ ഒരു മികച്ച പെർഫോമൻസ് ഇന്നും തുടരുന്നു. ഏകദേശം 0.25% മുകളിൽ 1%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക രേഖപ്പെടുത്തുമ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ മികച്ച ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 0.25% മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി ഫാർമ സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. IT കമ്പനികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ L&T ടെക്നോളജി സർവീസസിനാണ് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 3.5% മുകളിലുള്ളൊരു നേട്ടം L&Tയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ എംഫസിസ് ഓഹരികളും ഒക്കെ തന്നെ ഏകദേശം ഒരു 1.25% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ TCS, ടെക് മഹീന്ദ്ര ഒക്കെ തന്നെ 0.5%-ഓളമുള്ളൊരു നേട്ടവും രേഖപ്പെടുന്നു. PSU ബാങ്കിങ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച പെർഫോമൻസ് ഉള്ളത് ബാങ്ക് ഓഫ് ബറോഡയിലാണ്. ഏകദേശം ഒരു 2.5% നേട്ടം ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരിയിൽ ഉണ്ടാകുന്നു. യൂക്കോ ബാങ്ക് പരിശോധിക്കുമ്പോൾ 1%-ഓളമുള്ളൊരു നേട്ടം, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 0.25% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ യൂണിയൻ ബാങ്കിൻ്റെ നേട്ടം ഏകദേശം 1%-ഓട് അടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഫാർമ സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഫാർമ സൂചികയിൽ ഒരു മികച്ച പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത് ഗ്ലെൻമാർക്ക് ഫാർമയിൽ നിന്നാണ്. ഏകദേശം 1.25% മുകളിലുള്ള ഒരു നേട്ടം ഗ്ലെൻമാർക്ക് ഫാർമ രേഖപ്പെടുത്തുന്നു. ബയോകോൺ പരിശോധിക്കുകയാണെങ്കിൽ 2.25% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. സൺഫാർമ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 0.25% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്ക് നിലവിൽ സൺഫാർമയും എത്തിയിരിക്കുന്നു. അടുത്തായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ മോർഗൻ സ്റ്റാൻലി നിലവിൽ ശ്രീറാം ഫിനാൻസിന് ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് നൽകി
നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ 740 രൂപയാണ് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 627 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ശ്രീറാം ഫൈനാൻസിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെയും ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരിക്കുന്ന റേറ്റ് കട്ടൊക്കെ തന്നെ ശ്രീറാം ഫിനാൻസിന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് പകരം അവരുടെ ലോൺ ഗ്രോത്തിനൊക്കെ തന്നെ ഇത് കാര്യമായിട്ട് സ്വാധീനിക്കും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാകും. കുറഞ്ഞ ഒരു എമൗണ്ടിൽ തന്നെ കമ്പനിക്ക് ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതും ശ്രീറാം ഫിനാൻസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മോർഗൻ സ്റ്റാൻലി കാണുന്നു. കൂടാതെ പുതിയ ബിസിനസ്സുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു റവന്യൂ ഇപ്പോൾ നിലവിൽ ശ്രീറാം ഫിനാൻസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷനും കമ്പനിയിൽ ഒരു പോസിറ്റീവ് ട്രിഗറായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിൽ 2026 ലോൺ ഗ്രോത്ത് 15% തന്നെയാണ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അടുത്ത ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിന് ശേഷം അതിലൊരു റിവിഷൻ വരുത്തും എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ വലിയ കമ്പനികൾക്കൊക്കെ തന്നെ ഇപ്പോൾ ലോൺ നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ, തിരുപ്പൂർ ടെക്സ്റ്റൈൽ ബെൽറ്റിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ലോണുകളൊക്കെ ശ്രീറാം ഫിനാൻസ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ കമ്പനിയുടെ ഒരു P&L-ലും ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് പ്രതിഫലിക്കും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാണിക്കുന്നു ശ്രീറാം ഫിനാൻസിൽ എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി 50 പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 0.25% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലേക്കുള്ള ഒരു നേട്ടത്തിലേക്കും കടന്നിരിക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.